CSI നെറ്റ് സിലബസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് എല്ലാവരുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. CSI നെറ്റ് ഫിസിക്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമുക്കൊന്ന് നോക്കിയേക്കാം. അതായത് പാർട്ട് ബി, പാർട്ട് സി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഭാഗങ്ങളിലാണ് നമ്മൾ ഫിസിക്സിന്റെ സബ്ജക്റ്റുകൾ കിടക്കുന്നത്. അതിൽ മാത്തമാറ്റിക്കല്, ക്വാണ്ടം മെക്കാനിക്സ്, ഇലക്ട്രോ ഡൈനാമിക്സ്, ക്ലാസിക്കൽ മെക്കാനിക്സ്, തെർമോഡൈനാമിക്സ് എന്നൊക്കെ പേപ്പേഴ്സ് ഉണ്ട്. സോ അത് പാർട്ട് ബിയിലും പാർട്ട് സിയിലും ഉള്ള കോമൺ സബ്ജക്റ്റുകൾ കുറച്ചെണ്ണം ഉണ്ട്. അതിലൊരു ചെറിയൊരു മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. പിന്നെ ചില ടോപ്പിക്സ് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്, ചില ടോപ്പിക്സ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. ഓൾറെഡി മാത്തമാറ്റിക്കൽ ഫിസിക്സിലെ പാർട്ട് ബി ഉണ്ട്, പാർട്ട് സി ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. പാർട്ട് സി എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ ഉണ്ട്, പാർട്ട് ബി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പോർഷൻ ഉണ്ട്. സോ പാർട്ട് ബിയില് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് നമ്മൾ ചെറിയ ക്ലാസ്, അതായത് ഒരു ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ട്, അതായത് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്സ് തന്നെയാ. അതെ, വെക്ടർ, മെട്രിക്സ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, സ്പെഷ്യൽ ഫംഗ്ഷൻസ്, കാര്യങ്ങളൊക്കെ. അതിൽ പ്രോബബിലിറ്റി തിയറി വരെ ഇത് ഓക്കെ ആണ്. ഇത് പിന്നെ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ കുറച്ച് ഭാഗങ്ങൾ കൂട്ടിയിട്ടുണ്ട്. ആ കുറച്ച് ഭാഗങ്ങൾ കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടായിരുന്നത് കണ്ടോ. എലമെന്റ് ഓഫ് കമ്പ്യൂട്ടേഷൻ ടെക്നിക്സ് ഒക്കെ സിയില് മാത്തമാറ്റിക്കലിൽ ഉണ്ടായിരുന്ന ഭാഗങ്ങളെ എടുത്തിട്ട് അവർ എന്ത് ചെയ്തു, ഇതിലേക്ക് ആഡ് ചെയ്തു, പാർട്ട് ബിയിലേക്ക് ആഡ് ചെയ്തു. അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ തന്നെ കണ്ടു, ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, റോഗിക്കൂട്ട മെത്തേഡ്, അതായത് ഇത് പാർട്ട് സിയിൽ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു. ഓൾറെഡി നമ്മൾ പഠിക്കുന്ന ആളുകൾ തന്നെയാണ്. അത് പാർട്ട് സിയിൽ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ എന്ത് ചെയ്തു, പാർട്ട് ബിയിലേക്ക് ഇട്ടു എന്ന് മാത്രം. വ്യത്യാസമാണ്. ബാക്കി എക്സിസ്റ്റൻസ് അതുപോലെ തന്നെ, നേരെ തിരിച്ചിട്ടു എന്ന് മാത്രം. പാർട്ട് സിയിൽ എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നത് ഗ്രീൻസ് ഫംഗ്ഷനും പാർഷ്യൽ ഡെറിവേറ്റീവ്സും കാര്യങ്ങളും. അപ്പൊ ഈ ഭാഗം ഇല്ല. ഇതെടുത്തിട്ട് എന്ത് ചെയ്തു, പാർട്ട് ബിയിൽ ഇട്ടു. പിന്നെ ഉള്ള ഭാഗങ്ങള് ഇതൊക്കെയാണ്. എന്ത്, എലമെന്റ്സ് ഓഫ് ഗ്രൂപ്പ് തിയറി, ഫൈനൈറ്റ് ഗ്രൂപ്പ്, കണ്ടിന്യൂ, അത് അതുപോലെ തന്നെ. ഗ്രൂപ്പ് തിയറിയും ടെൻസറും ഇതിൽ ഉൾപ്പെടുത്തി. ബാക്കിയുള്ളതൊക്കെ പാർട്ട് സിയിൽ. അപ്പോ പാർട്ട് ബിയില് കുറച്ചും കൂടി പോർഷൻ, അതായത് പാർട്ട് ബിയിൽ ഇനി നമുക്ക് ഈ പോർഷൻസ് കാണാം. സാധാരണ പാർട്ട് സിയിലാണ് നമ്മൾ, അതായത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിലാണ് നമ്മൾ അത് കാണാറുള്ളത്. അത് ഇനി 3.5-ല് മാറ്റം വന്നു. അതാണ് മാത്തമാറ്റിക്കലുള്ള വ്യത്യാസം കേട്ടോ. ഒന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊന്നുമില്ല. ഓക്കെ. ഇനി ക്ലാസിക്കൽ മെക്കാനിക്സ്. ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആണ് നമ്മൾ നോക്കിയിരുന്നത്. ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡൈനാമിക്കൽ സിസ്റ്റം ഉണ്ട്, സ്മോൾ ഓസിലേഷൻ, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, ലെഗ്രാഞ്ചിയൻ, ഹാമിൽട്ടോണിയൻ ഒക്കെ ആണ് അതിലുണ്ടായിരുന്നത്. അതിൽ വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം. ബി ഉണ്ട്, പാർട്ട് സിയും ഉണ്ട്. അതിൽ പാർട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് പ്രോബ്ലംസ് കണ്ടോ, ഒരു ടു ബോഡി പ്രോബ്ലം. അതുപോലെ തന്നെ ഇതില് ഓൾറെഡി ഇതിലുണ്ടാവുന്ന ചില ആളുകൾ തന്നെ അതിലേക്ക് കയറ്റി ഇട്ടിരിക്കുകയാണ്. അതിൽ ഒന്നുള്ളത് ഇതാ, ഈ ഡൈനാമിക്കൽ സിസ്റ്റം എന്നുള്ളതുണ്ടല്ലോ. ഡൈനാമിക്കൽ സിസ്റ്റം ഏതിലില്ല, ഡൈനാമിക്കൽ സിസ്റ്റം ഏതിലില്ല, പാർട്ട് ബിയിലില്ല. അത് ഇനി പാർട്ട് സിയിലേക്ക് മാറി. അതുപോലെ തന്നെ ഇതാ ഇവിടെ ടു ബോഡി പ്രോബ്ലം വന്നിട്ടുണ്ട്, അത് നമ്മൾ പഠിക്കുന്നില്ല. ഓക്കെ. അതുപോലെ മോഷൻ ഇൻ സെൻട്രൽ കണ്ടോ, മോഷൻ ഇൻ സെൻട്രൽ പാർട്ട് വന്നിട്ടുണ്ട്. പിന്നെ സ്കാറ്ററിംഗ്, ലബോറട്ടറി ആൻഡ് സെന്റർ ഓഫ് മാസ് ഓഫ് ബോഡി, ഇത് കണ്ടോ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ. അതായത് ഇത് ഓൾറെഡി ഉണ്ട് കേട്ടോ, സ്കാറ്ററിംഗ് ഓഫ് ലബോറട്ടറി ആൻഡ് സെന്റർ ഓഫ് മാസ് ഓഫ് ഫ്രെയിം. അതിന് പകരം സ്കാറ്ററിംഗ് ഓഫ് ലബോറട്ടറി ആൻഡ് സെന്റർ ഓഫ് മാസ് ഫ്രെയിം ഉണ്ട്. ടു ബോഡി പ്രോബ്ലം ഉണ്ട്, കൊളീഷൻ ഉണ്ട്. പിന്നെയാണ് ഡൈനാമിക്കൽ സിസ്റ്റം, റിജിഡ് ബോഡീസ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഇങ്ങനെ കുറച്ച് കുറച്ച് ടോപ്പിക്സ് ഉണ്ടല്ലോ, കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. എവിടെ നിന്ന്, പാർട്ട് സിന്ന് എടുത്തിട്ട് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, പാർട്ട് സിയില് ഉണ്ടായിരുന്ന കുറച്ച് ആളുകളെ എടുത്ത് ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് പ്രപ്പോസ് ചെയ്ത സിലബസ്. അപ്പോൾ നമ്മൾ സിലബസ് എഴുതുമ്പോൾ ഇനി ഇതല്ല, ഇതാണ് നമ്മൾ നോക്കുക. ഇതിനനുസരിച്ചിട്ടായിരിക്കും കാര്യങ്ങൾ മുമ്പോട്ട് പോവുക കേട്ടോ. ഈ ബാക്കിയൊക്കെ സെയിം തന്നെയാട്ടോ. സൈക്ലിക് കോർഡിനേറ്റ്, പീരിയോഡിക് മോഷൻ കാര്യങ്ങൾ, റിലേറ്റിവിറ്റി, മാസ് എനർജി റിലേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. എന്നാൽ പാർട്ട് സിയിൽ നോക്കി നോക്കൂ, ഡൈനാമിക്കൽ സിസ്റ്റം, ഫേസ് സ്പേസ്, ഡൈനാമിക്കൽ സ്റ്റെബിലിറ്റി, പോയിസണസ് ബ്രാക്കറ്റ്, കനോണിക്കൽ ട്രാൻസ്ഫോർമേഷൻ, സിമെട്രി, ഇൻവേരിയൻസ് എന്നത്, പിന്നെ അത് ഹാമിൽട്ടോണിയൻ, ജാക്കോബി. ഇതാ, ഇതിന് വലിയ മാറ്റങ്ങളില്ല. കാരണം അത് കൂട്ടി വെച്ചിട്ടുണ്ട് എന്ന് മാത്രം. ഞാൻ പറഞ്ഞ പോലെ ഇതാ ഈ ടു ബോഡി പ്രോബ്ലം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് അതായത് പണ്ട് ഉണ്ടായിരുന്നില്ല, അതിന് പകരം ഇപ്പൊ വന്നതാണ് കേട്ടോ. നോട്ട് ചെയ്യുന്നത്, ടു ബോഡി പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിൽ പഠിക്കുന്നില്ല. അതുപോലെ മോഷൻ ഓഫ് സെൻട്രൽ, അത് പഠിക്കുന്നില്ല. സെൻട്രൽ ഫോർ സ്കാറ്ററിങ്, അതുപോലെ സ്കാറ്ററിംഗ് ഇൻ ലബോ, അതാ ഈ ഒരു ടോപ്പിക്സ് ഇതുവരെ നോക്കേണ്ടി വരും. അതാണ് ഒരു ചെറിയൊരു മാറ്റം ഉള്ളത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേറെ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോ ഇനി നമ്മൾ നോക്കേണ്ടത് പോസ് ചെയ്ത ഭാഗമായിരിക്കും. ഓക്കെ. പാർട്ട് സിയിൽ ഇങ്ങനെയാണ് നിൽക്കുന്നത് കേട്ടോ, ജാക്കോബി തിയറി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കേട്ടോ. ഓക്കെ. അതില് ഷഫിൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേസ് സ്പേസ് ട്രജക്ടറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നോക്കൂ, ഇതില് ഡൈനാമിക്കൽ സിസ്റ്റം ഉണ്ടായിരുന്നു ഓൾറെഡി. ഈ ഡൈനാമിക്കൽ സിസ്റ്റവും ഫേസ് സ്പേസും
ഇതിനെടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്, പാർട്ട് സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് ഇവിടെ ഒരു മാറ്റം ഉണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോളെ. കണ്ടോ? അതായത് ഡൈനാമിക്കൽ സിസ്റ്റം ഫേസ് ബേസ്ഡ് ട്രജക്ടറി സ്റ്റെബിലിറ്റി അനാലിസിസ്. അതായത് അതിനെ നമ്മൾ എവിടേക്ക് കയറ്റി, അത് ഇവിടെ ഉണ്ടായി. അതായത് ഡൈനാമിക്കൽ സിസ്റ്റം ഫേസ് ബേസ്ഡ് ട്രജക്ടറി സ്റ്റെബിലിറ്റി ഓഫ് അനാലിസിസ്, അത് ഇതിലുണ്ടായിരുന്നു, ഇതിലുണ്ടായിരുന്നു, സിയിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇനി പാർട്ട് ഡിയിൽ അതില്ല. അതിന് പകരം നമുക്ക് ഡൈനാമിക്കൽ റിജിഡ് ബോഡി മാത്രമാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ബാക്കിയൊക്കെ ഇതിൽ കയറ്റിയിട്ടുണ്ട്. അപ്പൊ പ്രപ്പോസ് ചെയ്യുന്ന ഭാഗമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ടോപ്പിക്സുകൾക്ക് നല്ല വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ട്. അതുപോലെ ഇഡിയിൽ എന്താ പ്രത്യേകത വെച്ചാൽ ഇതാണ് എക്സിസ്റ്റിംഗ് ആയിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, മാഗ്നറ്റോസ്റ്റാറ്റിക്സ്, വേവ്സ്, അതുപോലെ തന്നെ ഇലക്ട്രോ ഡൈനാമിക്സിന്റെ റിലേറ്റിവിറ്റിക്കിന്റെ ഭാഗമൊക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഡൈനാമിക്സ് ഓഫ് ചാർജ്, അതിൽ ഈ റെഡ് കളറുള്ള ഈ ടോപ്പിക് എടുത്തിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഫ്രെനൽസ് ലോ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് പ്രപ്പോസ് ചെയ്ത് വെച്ചിരുന്നപ്പോ അതിന് പകരം നമ്മൾ എന്ത് ബാക്കിയൊക്കെ ഒക്കെയാണ് ഗോസസ് ലോ, അപ്ലിക്കേഷൻ ലാപ്ലേസ് പോയ്സണസ് ഇക്വേഷൻ, ബൗണ്ടറി വാല്യൂ, മാഗ്നറ്റോസ്റ്റാറ്റിക്സ്, ബയോസാവ്റ്റ്സ് ലോ, ബാക്കിയൊക്കെയാണ്. അതേപോലെ ഡൈഇലക്ട്രിക്സിന്റെ പ്രോപ്പർട്ടി, കണ്ടക്ടർ, പോളറൈസേഷൻ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടു, പോളറൈസേഷൻ, ഡൈഇലക്ട്രിക്സ് ആൻഡ് കണ്ടക്ടേഴ്സ്, ഇന്റർഫറൻസ്, കൊഹറൻസ്. അതിൽ ഈ യങ്സ് ഡബിൾ സ്ലിറ്റ് കയറ്റിയിട്ടു. അതായത് ഫ്രെനൽസ് ലോ മാറ്റിയിട്ട് കയറ്റിയിട്ടത് ഏതാണ്? യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ആണ് കയറ്റിയിട്ടത്. ബാക്കിയൊക്കെ സെയിം ആണ് കേട്ടോ. അപ്പൊ പ്രപ്പോസ് ചെയ്തപ്പോൾ ഈ ഒരു ഭാഗം ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തത് എന്താണ്? റിമൂവ് ചെയ്തതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് സിയിൽ എന്താണ്ടായി വെച്ചാൽ ബാക്കി പാർട്ട് സിയിൽ നമുക്ക് നോക്കി നോക്കാം വല്ല മാറ്റങ്ങളും ഉണ്ടോ എന്നുള്ളത്. പാർട്ട് സിയിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. കാരണം എന്താണോ ഉള്ളത് അത് തന്നെയാണ് പ്രപ്പോസ് ചെയ്ത് വെച്ചത്. അതെന്താണോ അത് തന്നെയാ കേട്ടോ. ഡിസ്പേർഷൻ റിലേഷൻ തന്നെയാണ് നമ്മൾ പഠിച്ച ലോറൻസ് ട്രാൻസ്ഫോർ. ഇതൊക്കെ മാക്സ്വെൽ ഇക്വേഷൻസ് ഒക്കെ ഇതിലാ വരിക. ട്രാൻസ്മിഷൻ ലൈൻസ്, അതുപോലെ റേഡിയേറ്റിംഗ് ഫ്രം മൂവിങ് ചാർജസ്, ഡൈപോളും, അതായത് നമ്മളുടെ കുറച്ച് അഡ്വാൻസ്ഡ് ഏരിയാസ് ഫുള്ളും ഇവിടെ തന്നെയാണ് കേട്ടോ. അതിൽ മാറ്റങ്ങളില്ല. പക്ഷെ ഒരു ടോപ്പിക്സ് റിമൂവ് ചെയ്തു എന്ന് മാത്രം, ചെറിയൊരു ടോപ്പിക് റിമൂവ് ചെയ്തു. എന്താണ്ടായി വെച്ചാൽ രണ്ട് ഭാഗങ്ങളുണ്ട്, അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം ഉണ്ട്. അതില് വേവ് ഡ്യുവാലിറ്റി ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. വേവ് ഡ്യുവാലിറ്റി, നേച്ചർ, ഷോർഡിഞ്ചർ ഇക്വേഷൻ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. തുടക്കം ഡ്യുവാലിറ്റിയും ഷോർഡിഞ്ചർ ഇക്വേഷനും ഐഗൻ വാല്യൂ, പിന്നെ നമ്മൾ പഠിക്കുന്നത് ഓപ്പറേറ്റേഴ്സിനെ പറ്റിയിട്ട്, പിന്നെ നമ്മൾ ഐഡന്റിറ്റിക് പാർട്ടിക്കിൾസ് പഠിക്കും, പെർട്രബേഷൻ തിയറി പഠിക്കും, WKB അപ്രോക്സിമേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. ആ മാറ്റം വരുത്തിയിട്ട് ഒരു സ്റ്റാർട്ടിങ് പോലെ ക്വാണ്ടം മെക്കാനിക്സിന്റെ സ്റ്റാർട്ടിങ് തന്നെയാണല്ലോ. പ്ലാങ്ക് ഹൈപ്പോത്തസിസ്, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, ബോർ സോമർഫോൾഡ് ഫീൽഡ് ക്വാണ്ടൈസേഷൻ, ഡീബ്രോഗ്ലി ഓൾറെഡി ഉണ്ടായിരുന്നു തോന്നുന്നു. ഇല്ല, ഡീബ്രോഗ്ലി, മാറ്റർ വേവ്സ് ഒക്കെ, അതായത് യൂണിറ്ററി എവല്യൂഷൻ ഓപ്പറേറ്റർ, അതായത് കുറച്ചും കൂടി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നു. പിന്നെ അതുപോലെ തന്നെ ഈ റിഫ്ലക്ഷൻ, ട്രാൻസ്മിഷൻ ഓഫ് ഡയമെൻഷൻ, ഇത് ഉണ്ടാവാറില്ല. ആക്ച്വലി ഉണ്ടാവാറില്ല എന്നല്ല, ഒരു ചെറിയ അതായത് നമ്മളിതുള്ളത് ഇതിലായിരുന്നു. ഇതെടുത്തിട്ട് അപ്പുറത്തേക്ക് ഇടുകയാണ് ചെയ്തത്. കുറച്ച് ഭാഗങ്ങൾ ഉണ്ട്, ഇല്ല എന്നല്ല. ഷോർഡിഞ്ചർ ഇക്വേഷനും അതേപോലെ തന്നെ ഇതൊന്നും നമ്മൾ പഠിക്കാറില്ല. ഷോർഡിഞ്ചർ ഇക്വേഷൻ, ഹൈസൻബർഗ് പിക്ചർ ഒന്നും നമ്മൾ പഠിക്കാറില്ല. കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഡെറിവേഷൻസ് കാര്യങ്ങൾ പഠിക്കുന്നല്ലാതെ അതിനോട് ഈക്വൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. സോ മിക്കതും ആ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ CG കോഎഫിഷ്യൻസ്, WE കോഎഫിഷ്യൻ തിയറം, ഇതൊന്നും നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിക്കാറില്ല. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? കോളേജിൽ പഠിക്കുന്നു, അതിന്റെ തിയറി പഠിക്കുന്നു, പോരുന്നു. അല്ലാതെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അതൊന്നും അങ്ങനെ അപ്രോച്ച് ചെയ്ത് പഠിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഇതാണ് പ്രപ്പോസ് ചെയ്തിട്ട് ഇനി മുതൽ നമ്മൾ പാർട്ട് ബി ഇതായിരിക്കും. അതായത് ഇതിൽ നിന്ന് അത്യാവശ്യം വ്യത്യാസം. അതിൽ ഹൈഡ്രജൻ ആറ്റവും അത് SG എക്സ്പെരിമെന്റ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കര എളുപ്പമുള്ള ഒരു ഭാഗമായിരുന്നു ഹൈഡ്രജൻ ആറ്റം. അതിന്റെ വേവ് ഫംഗ്ഷൻ വെച്ചിട്ടൊക്കെ നമ്മൾ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എനർജിയും LZ ഓപ്പറേറ്ററും LX ഓപ്പറേറ്ററും L² ഒക്കെ നമ്മൾ കണ്ടോ. ആ സാധനം ചിലപ്പോൾ ഇനി ഹൈഡ്രജൻ ചെയ്തിട്ട് ഇനി ഉണ്ടാവില്ല. പക്ഷെ അതിന് പകരം ഇന്ന സാധനങ്ങളൊക്കെ ഇതിൽ കയറ്റി കണ്ടു. ഓപ്പറേറ്റേഴ്സ് ഒക്കെ ഡിറാക് സ്റ്റേറ്റ് വെക്ടേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്, റിഫ്ലക്ഷൻ ആൻഡ് ട്രാൻസ്മിഷൻ, അതായത് ഇതാണ് കുറച്ചും കൂടി ഒരു ബേർഡൻ ആയിട്ട് നമുക്ക് വരിക. പിക്ചേഴ്സ് അത്യാവശ്യം ചെയ്യാനുണ്ടല്ലോ അത് കേട്ടോ. ഇനി ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ഭാഗത്ത് നിന്ന് എന്ത് മാറ്റി വെച്ചു നമുക്ക് നോക്കി നോക്കാം. മാറ്റി വെച്ച കാര്യം എന്ന് പറയുന്നത് സ്പിൻ ഓർബിറ്റ് കപ്ലിംഗ് ആണ്, ഫൈൻ സ്ട്രക്ചറും. ഈ രണ്ട് സാധനം മാറ്റി വെച്ചു. ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ. ഇതില് പ്രപ്പോസ് ചെയ്തതിലും ഇവിടെ ആയിരുന്നല്ലോ നമ്മുടെ പെർട്രബേഷൻ തിയറി ഒക്കെ ഇതിലല്ലേ ഉണ്ടായിരുന്നേ. അതൊക്കെ എടുത്തിട്ട് ഇതിലേക്ക് മാറ്റി, പാർട്ട് സിയിലേക്ക് മാറ്റി. അതൊരു നല്ലൊരു കാര്യം. കാരണം 5 മാർക്കിന്റെ ചോദ്യം ഇവിടെ ആയിരുന്ന സമയത്ത് 3.5 കിട്ടിയിരുന്നുള്ളൂ. അത് ഇവിടേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് മാർക്കിന് വ്യത്യാസമുണ്ട്. ഇതാ ടൈം ഇൻഡിപെൻഡന്റ് പെർട്രബേഷനും WKBയും ഒക്കെ ഇതിലേക്ക് കയറി വന്നു. അതിൽ കുറച്ച് ഇതുണ്ടല്ലോ, സഡൻ ആൻഡ് അഡാബാറ്റിക് അപ്രോക്സിമേഷൻ, അതുപോലെ തന്നെ ഈ ഭാഗം ഉണ്ടല്ലോ മിക്സഡ് സ്റ്റേറ്റ് ഡെൻസിറ്റി മെട്രിക്സ്, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ഗ്രിഫിത്തിൽ ഉണ്ടല്ലോ ക്വാണ്ടം മെക്കാനിക്സിന്റെ
ഗ്രിഫിത്ത് സെറ്റ്ലിയില് ഗ്രിഫിത്ത് അല്ല സെറ്റ്ലിയില് നമ്മള് ഗ്രിഫിത്തില് കുറച്ച് ഭാഗങ്ങളുണ്ട്. ചെറിയൊരു പോർഷൻ ആയിട്ടുണ്ട്. ചില പോർഷൻസ് ഉണ്ട്. കൂടുതൽ നമ്മൾ പഠിക്കുന്നത് സെറ്റ്ലിയിലൊക്കെ നമുക്ക് ഇത് കാണാൻ പറ്റും. ഈ ഭാഗങ്ങളൊക്കെ ട്ടോ. ഈ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ഒരു എംഎസ്സി പോർഷനിലൊക്കെ ഈ സാധനം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അത് ഇപ്രാവശ്യം എക്സാമിനും വന്നു ട്ടോ. അപ്പൊ ഇതാണ് പ്രപ്പോസൽ. അപ്പൊ ഇനി നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ പ്രപ്പോസൽ ഭാഗം മാത്രമാണ് നമ്മൾ നോട്ടിൽ എഴുതി വെക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സിലബസ് എന്ന് പറഞ്ഞ് ഉണ്ടാവാൻ പാടുള്ളൂ ട്ടോ. പഴയ സിലബസ് എടുത്ത് ഇനി പഠിക്കരുത്. ഡിസംബർ മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. ഇതുപോലെ തന്നെ തെർമോഡൈനാമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ എക്സിസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ പ്രപ്പോസൽ. പക്ഷെ ഇതിൽ കുറച്ച് സാധനം കൂടുതൽ ചെയ്തു. കണ്ടോ? ലോ ഓഫ് തെർമോഡൈനാമിക്സ് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പൊട്ടൻഷ്യൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത് നേരെ ഡയലക്ട്രിക് മെറ്റീരിയൽസ് ഒക്കെ പഠിക്കണം. ഐഡിയൽ ഗ്യാസ് എന്താന്നുള്ളത്, മാഗ്നറ്റിക് സിസ്റ്റം പഠിക്കണം, ഡയലക്ട്രിക് മെറ്റീരിയൽസ് ഇതൊക്കെ പഠിക്കണം. അതേപോലെ തന്നെ ഈ തിയറി ഉണ്ടായിരുന്നില്ല. ഈ തിയറും പഠിക്കണം. അതുപോലെ ഡിബേ തിയറി ഓഫ് പെസിഫിക് ഹീറ്റ് അത് ഉണ്ടായിരുന്നില്ല. അത് പഠിക്കണം. അതിൽ ഇവിടുന്ന് പ്രിൻസിപ്പിൾ ഓഫ് ഡീറ്റെയിൽഡ് ബാലൻസ് ഇക്വേഷൻ അതായത് അതിന് അധികം ടോപ്പിക്സ് വന്നിട്ടില്ല. പക്ഷെ അത് എടുത്ത് കളഞ്ഞു. അത് വേണ്ടാന്നുള്ളതായി ട്ടോ. ഓക്കെ. ഇനി ഇവിടെ ഉള്ളത് പാർട്ട് സിയിൽ എക്സിസ്റ്റിംഗും അല്ലാത്തതും ട്ടോ. ഇവിടെ എന്തുണ്ടാച്ചാ ഫേസ് ഓർഡർ സാധാരണ ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസ് ഒക്കെ നമ്മള് പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ട് കാണാറുള്ളത് കൂടുതൽ കാണാറുള്ളത് പാർട്ട് ബിയിലാണ്. പക്ഷെ ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും വരാറുള്ളത്. പക്ഷെ ഇപ്രാവശ്യം തെർമോഡൈനാമിക്സിന്റെ ഫേസ് സ്പേസ് ട്രാൻസിഷൻസ് ഒക്കെ ഇതിലുണ്ട്. അതേപോലെ തന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് സ്റ്റാറ്റിസ്റ്റിക്കലിന്റെ ഭാഗത്തൊക്കെ വരുന്ന സമയത്ത് ഒന്നും കൂടിയും തിയറിറ്റിക്കൽ പാർട്ടാണ്. മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് കോഎസിസ്റ്റൻസ് അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ഫിനോമിന ഓഫ് സെക്കൻഡ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ ക്രിട്ടിക്കൽ എക്സ്പോണൻസ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതില് ഇതില്ല. ഇൻട്രൊഡക്ഷൻ ഓഫ് നോ ഇക്വിലിബ്രിയം ഇല്ല. അതിന് പകരം സൂപ്പർ ഫ്ലൂയിഡിറ്റി സൂപ്പർ കണ്ടക്ടിവിറ്റി അതുപോലെ ലീനിയർ റെസ്പോൺസ് തിയറി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മീൻസ് പി ജിയുടെ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പല സാധനങ്ങളും ഇപ്പൊ ഇതില് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പണ്ട് പ്രോബ്ലംസിന് മാത്രം ടോപ്പിക്സ് ഉണ്ടല്ലോ. നമ്മൾ വേണ്ടാന്ന് വെക്കും. അതായത് കോളേജിലെ എക്സാമിന് ഇപ്പൊ തിയറി ബേസ്ഡ് ഒരു സെമസ്റ്റർ എക്സാമിന് വേണ്ടി പഠിക്കും. സൂപ്പർ ഫ്ലൂയിഡിറ്റി ആയാലും സൂപ്പർ കണ്ടക്ടിവിറ്റി ആയാലും ഈ ലീനിയർ റെസ്പോൺസ് തിയറി ഒക്കെ ആയാലും നമ്മൾ അത് പഠിക്കും. പക്ഷെ അത് പോരും. കാരണം നമുക്കത് സിലബസ് ബേസ് നെറ്റിന്റെ സിലബസിൽ ആ സാധനം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോ ഫുൾ കവർ ചെയ്യണം. അതായത് നമ്മൾ എന്താണ് പി ജിക്ക് പഠിക്കുന്നത് അതേ കാര്യങ്ങൾ തന്നെ കേട്ടോ. സെയിം ആസ് ഇലക്ട്രോണിക്സ്. ഇലക്ട്രോണിക്സ് സെയിം പോലെ തന്നെ അതിലിതാ ഈ ഭാഗമാണ് കൂടുതൽ. കുറച്ച് കമ്പോണൻസിന്റെ ഭാഗങ്ങൾ കുറച്ച് കൂടുതലാണ്. സെയിം സിലബസ് തന്നെയാണ്. ഇതാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. പാർട്ട് ബി. പാർട്ട് സിയില് ആകെ കൂടി ഇതാ ലോ ടെമ്പറേച്ചർ മെഷർമെന്റ് ഓഫ് ടെക്നിക്സ് ഇത് മാത്രമാണ്. പിന്നെ ഒന്ന് ഇതിലെ ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടോ ലീനിയർ ആൻഡ് നോൺ ലീനിയർ കർവ് ഫിറ്റിംഗ് അത് ഇതിലേക്ക് ഇല്ല ഇതിലേക്ക് മാറ്റിയിട്ടില്ല. അതില്ല. ലീനിയർ ആൻഡ് നോൺ ലീനിയർ കർവ് ഫിറ്റിംഗ്സ് ഇല്ല. അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങളില്ല. അതുപോലെ ഇതിൽ പിന്നെ വരുന്നത് സിഗ്നൽ ഇതാ. ഇത്രയും ഭാഗങ്ങൾക്ക് പകരം അവരത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. മെഷർമെന്റ് ആൻഡ് കൺട്രോളിംഗ് ഉള്ളൂ. ഇവിടെ തൊട്ടിട്ടുള്ളൂ ഇതാ. ഈ ബാക്കിയുള്ളത് ലീനിയർ നോൺ ലീനിയർ കർവ് ഫിറ്റിംഗ് ഇല്ല. ബാക്കി ടെമ്പറേച്ചറിന്റെ പ്രഷറിന്റെ വാക്യൂംസ് ഒക്കെ അതൊക്കെ ഇതാ ഇതിലേക്ക് വന്നൂലോ. ഇല്ല തിരിച്ച് ബിയിലേക്ക് ഇട്ടു. അതായത് 5 മാർക്ക് സാധനം 3.5 മാർക്കിലേക്ക് കയറ്റിയിട്ടു. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് പറഞ്ഞ് ഇതാക്കുന്നേക്കാളും നിങ്ങൾ ഈ പ്രപ്പോസഡ് ആയിട്ടുള്ള സാധനം വെച്ചിട്ട് വേണം ഇനി എല്ലാവരും പ്രിപ്പയർ ചെയ്യാൻ. ഇത്രയും കാലം പ്രിപ്പയർ ചെയ്തവർക്കാണെങ്കിൽ ആകെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻസ് വരും. പുതിയതായിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് നല്ല ഉപകാരമായിരിക്കും. കാരണം എന്താ വെച്ചാൽ കുറച്ച് ടോപ്പിക്സ് കൂടുതലായിട്ട് അത് ഓൺലൈനിൽ തുടങ്ങില്ലേ നമ്മള്. അപ്പോ ഓക്കെ നമ്മൾ ആ ഒരു ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റും. പണ്ട് പഠിച്ചവർക്ക് എന്താ വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാരണം പഠിച്ച സബ്ജക്റ്റിൽ നിന്നുള്ള ഷഫ്ലിങ്സ് ധാരാളം ഉണ്ടല്ലോ. ആ ഷഫ്ലിങ്സ് മനസ്സിലാക്കിയിട്ട് വേണം ഇനി മുമ്പോട്ട് പോവാൻ. അതായത് ഇപ്പൊ നമ്മളൊന്ന് പഠിക്കാതിരിക്കുമ്പോൾ നമുക്കറിയാം ഓക്കെ 5 മാർക്കിന് ഈ ഭാഗത്തു നിന്നാ വരിക 3 മാർക്കിന് ഈ ഭാഗത്തു നിന്ന്. പക്ഷെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തോട് കൂടിയിട്ട് ആ മാർക്കിന്റെ സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ മാറുകയാണ് കേട്ടോ. ടോട്ടലി ഒരു സ്ട്രക്ചർ മാറ്റം വന്നു. സെക്കൻഡ് ഓക്കെ. ഇതില് ഹൈ ഫ്രീക്വൻസി ഡിവൈസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം കേട്ടോ. അത് അത് ഇപ്പോഴും പാർട്ട് സിയിൽ തന്നെയാണ് മാത്സിന്റെ ഇലക്ട്രോണിക്സിന്റെ അത് നോക്കണം കേട്ടോ. പിന്നെ ഫീഡ്ബാക്ക് അതിൽ ബാക്കിക്കൊന്നും വ്യത്യാസമില്ല. അടുത്ത ആറ്റോമിക്കിൽ എന്ത് സങ്കടം വന്നുവെച്ചാൽ ഒരുപാട് സാധനങ്ങൾ കയറ്റിയിട്ടു. വിചാരിച്ചതിനേക്കാളും കൂടുതൽ ആറ്റോമിക് ഫിസിക്സ് തന്നെ പാർട്ട് സിയുടെ മെയിൻ ആളാണ്. അല്ലാതെ പാർട്ട് ബിയിൽ വരില്ല. പക്ഷെ അത്യാവശ്യം കാര്യങ്ങൾ അവര് പീരിയോഡിക് ടേബിൾ ഒക്കെ കയറ്റിയിട്ടു. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആറ്റം. അതായത് സാധാരണ നമ്മൾ ആകെ കൂടി ആറ്റോമിക് ഫിസിക്സിൽ പഠിക്കുന്ന കുറച്ച് ആറ്റംസിന്റെ പേരുകൾ മാത്രമേ. ഇനിയിപ്പം നമുക്ക് ഇവിടെ നിങ്ങൾ എല്ലാ പീരിയോഡിക് ടേബിൾ അറിഞ്ഞിരിക്കണം. അതിന്റെ എല്ലാ പ്രോപ്പർട്ടീസ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ കംപ്ലീറ്റ് പ്രോപ്പർട്ടീസ് ഒരു
ഫിസിക്സ് കംപ്ലീറ്റ് കെമിസ്ട്രിയുടെ എല്ലാ ഡിവിഷനും പഠിക്കുന്ന പോലെ ഒരു ആറ്റത്തിന്റെ എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ പഠിച്ചിരിക്കണം. അത് രാജ്കുമാറിന്റെ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്തിരുന്നത്. ഇനി അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് ബുക്സ് കൂടുതൽ വേണം. അതുപോലെ ഇത് കണ്ടോ, ഹൈഡ്രജൻ മോളിക്യുലാർ അയൺ ആൻഡ് ഹൈഡ്രജൻ മോളിക്യുലാർ ഓർബിറ്റ്. ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാ. അപ്പൊ അതുണ്ട്. ബാക്കി ബാക്കിയൊന്നും കുഴപ്പമില്ല. പിന്നെതാ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ആറ്റത്തിന്റെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിന്റെ നമ്മൾ വെറുതെ പഠിക്കുന്നത് മാത്രമേ ഉള്ളൂ. സിലബസ് ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കാറില്ല. അതൊക്കെ പഠിക്കണം. അതുപോലെ ആറ്റോമിക് കൂളിംഗ് ആൻഡ് ട്രാപ്പിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ലേസറിന്റെ ഭാഗത്തുനിന്ന്. അപ്പൊ അതൊക്കെ ഇനി പഠിക്കണം. പക്ഷെ ഇതില് ഇത് മാറ്റി, മോഡ് ഓഫ് റെസണർ ആൻഡ് കോഹറൻസ് ലെങ്ത് അത് മാറ്റി. അപ്പോ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഇതിലുണ്ട് കേട്ടോ. ഇതൊക്കെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ കണ്ടൻസ്ഡ് മാറ്ററിൽ സങ്കടം എന്ന് പറയുന്നത് ഡിഫക്റ്റ് മാറ്റി. കാരണം എല്ലാവർക്കും മാർക്ക് കിട്ടുന്നുണ്ടായിരുന്നു ഈ ഡിഫക്റ്റ്, ഡിസ്ലൊക്കേഷൻ, അതുപോലെ തന്നെ ക്രിസ്റ്റലൈന്റെ ഓർഡേഴ്സ്. ഇതൊക്കെ എന്താ വെച്ചാൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു. അതിൽ മാറ്റിയിട്ട് നേരെ ഇതാക്കി ലിക്വിഡ് ക്രിസ്റ്റലിലേക്ക് മാറ്റി. ലിക്വിഡ് ക്രിസ്റ്റലും അതുപോലെ തന്നെ അതിന്റെ ഓർഡേഴ്സും ട്രാൻസ്ലേഷനും ഓറിയന്റൽ ഓർഡറും അതും വന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ ഓക്കെയാണ് കേട്ടോ. കാരണം 5 മാർക്കിന്റെ ചോദ്യങ്ങളിൽ ഈ എന്തുകൊണ്ടാണെന്നറിയോ ഇത്രയും എന്ന് പറയും? കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇക്വേഷൻസ് ആണ്. അതായത് നമുക്ക് ആ ഇക്വേഷനും ഡിസ്ലൊക്കേഷൻസിനെയും പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ ഈ റീസെന്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ ഇതില് നേരെ തിരിഞ്ഞു പോയി സംഭവം. കുറച്ച് കൈൻഡ്സ് ഓർഡർ എന്ന് മാത്രമല്ല ഉണ്ട്. ഇതില് പ്രത്യേക ഓർഡേഴ്സ് എടുത്തിട്ടുണ്ട്. ലിക്വിഡ് ക്രിസ്റ്റൽസിനെ കംപ്ലീറ്റ് പഠിക്കണം. അതുപോലെ ട്രാൻസ്ലേഷൻ ഓറിയന്റേഷന്റെ ഓർഡേഴ്സ് നമുക്ക് പഠിക്കണം. ഇതാണ് കണ്ടൻസ്ഡ് മാറ്ററിന്റെ കേട്ടോ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ന്യൂക്ലിയർ ഫിസിക്സ് നന്നായി ഹൈ ലെവൽ ചേഞ്ച് ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. എക്സിസ്റ്റൻസി ഇതേല് റിയാക്ഷൻ മാഗ്നറ്റിസം, കോമ്പൗണ്ട് ന്യൂക്ലിയർ ഡയറക്റ്റ് റിയാക്ഷൻസ്. ഇത് അധികം ആരും നോക്കാനില്ല. അതുകൊണ്ട് കുഴപ്പമില്ല, ക്വസ്റ്റ്യൻസും ഇല്ല. ഇതിന്ന് ക്വസ്റ്റ്യൻസ് ഇപ്പൊ റീസെന്റ് വരുന്നുണ്ട്. സോ ഓക്കെ, റിമൂവ് ചെയ്താലും നമുക്ക്, പക്ഷെ ആഡ് ചെയ്ത സാധനങ്ങൾ കുറച്ച് അധികമാണ്. ഈ ഇതൊക്കെ ഭയങ്കര എളുപ്പമുള്ള ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏരിയാസ്. അതായത് ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും കഴിഞ്ഞത് കണ്ടോ, എനർജി ജനറേഷൻ ഓഫ് സണ്ണ്, ആക്സിലറേറ്റേഴ്സ്, സൈക്ലോട്രോണ്, ഡിറ്റക്ടേഴ്സ്, അതായത് സെമി കണ്ടക്ടർ ഡിറ്റക്ടേഴ്സ്. ഇനി അതിന്റെയൊക്കെ വർക്കിംഗ് നമ്മൾ പഠിക്കേണ്ടി വരും. അതിന്റെ ഓരോ കമ്പോണന്റുകളുടെ യൂസ്, അതായത് ഒരു എക്സ്പെരിമെന്റൽ ടെക്നിക്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടി വരും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കേട്ടോ. ന്യൂക്ലിയർ ഒക്കെ ഭയങ്കര എളുപ്പം കൊണ്ടുപോയത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയി. സോ സിലബസ് മാറ്റിയത് കൊണ്ട് തന്നെ അതിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കണമല്ലോ. അതായത് ഇതൊക്കെ പക്ക വളരെ കോൺസെപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കയറി വന്നിരിക്കുന്നത്. അതായത് ഈ നിങ്ങൾ ഇനി എന്ത് ചെയ്യുന്ന വെച്ചാൽ പ്രപ്പോസ് ചെയ്ത സിലബസ് ആണ്, എക്സിസ്റ്റിംഗ് ഇനി നോക്കരുത്. പ്രപ്പോസ് ചെയ്ത സിലബസ് ആണ് നമുക്ക് നോക്കണ്ടേ. ഇത് അടുത്ത ഡിസംബർ എക്സാമിനോട് കൂടി പ്രാബല്യത്തിൽ വരും. സോ അതിനു മുമ്പ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കണം. അപ്പൊ നമ്മുടെ ഇപ്പൊ വൈക്കെ ലിമൊക്കെയാണ് കൂടുതലും നമ്മൾ എന്തിനു വേണ്ടിയിട്ട് പഠിക്കുക? ഇതിന് ബബിൾ ആൻഡ് ക്ലൗഡ് ചേമ്പേഴ്സ്, ചേമ്പേഴ്സിനെ പറ്റിയിട്ട്, അതേ പിറാനി ഗേജ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഡിഫ്യൂഷൻ പമ്പ്, അതിനൊക്കെ പറ്റി പഠിക്കേണ്ടി വരും നമ്മളിനി. അതായത് എക്സാം പോയിന്റ് ഓഫ് നമ്മൾ പണ്ടേ കോളേജിൽ നിന്ന് വിട്ട പല കാര്യങ്ങളും ഇനി റീകളക്ട് ചെയ്ത് പഠിച്ചു തുടങ്ങേണ്ടി വരും. അപ്പൊ ഇതാണ് CSIR നെറ്റ് ഫിസിക്സിന്റെ ന്യൂ സിലബസ്. അപ്പോ പണ്ടത്തെ പോലെയല്ല. കാരണം ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചിട്ട് വേണം പഠിക്കാൻ. കാരണം ഓഫ് കോഴ്സ് എന്തായാലും ക്വസ്റ്റ്യൻസ് വരാതിരിക്കില്ല, അല്ലെങ്കിൽ ആഡ് ചെയ്യില്ലല്ലോ അവര്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഇനി ഒന്നേന്ന് തുടങ്ങാം. CSIRന്റെ കാര്യങ്ങൾ പ്രിപ്പറേഷനിൽ ഉള്ള എക്സിസ്റ്റൻസ് പഠിക്കുന്നു ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കുറച്ച് JRF ആയാലും നമുക്ക് ഹയർ റാങ്കിലേക്കൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഇനി എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ട് തന്നെ പോകണം. നമുക്കറിയില്ല പാറ്റേൺ ഇനി എന്തൊക്കെയായിരിക്കും, ക്വസ്റ്റിന്റെ പാറ്റേൺ എങ്ങനെയാ വരിക, ഒന്നും അറിയില്ല. അപ്പൊ നമ്മൾ ഡിസംബർ എക്സാമിനോട് വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും നമ്മള്. ബട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് പഠിച്ചെടുക്കാം. അപ്പൊ ഇതാണ് സിലബസ്. അപ്പൊ ഇത് ഇനി പഴയ സിലബസ് നോക്കരുത്, ഇതാണ് പുതിയ സിലബസ് കേട്ടോ. ഓക്കെ.